ലോകത്തെ ഏറ്റവും ശക്തമായ സുരക്ഷാ വലയമുള്ള യുഎസ് ഭരണസിരാ കേന്ദ്രമായ വൈറ്റ് ഹൌസിന് തൊട്ടുമുന്നിൽ നാടകീയമായ വെടിവെപ്പ്. ശനിയാഴ്ച വൈകുന്നേരമുണ്ടായ വെടിവെപ്പിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രത്യേകാക്രമണത്തിൽ 21-കാരനായ അക്രമി കൊല്ലപ്പെട്ടു. വെടിവെപ്പിൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു വഴിപോക്കന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം പൂർണ്ണ സുരക്ഷിതനാണെന്ന് യുഎസ് സീക്രട്ട് സർവീസ് അറിയിച്ചു. ഇറാനുമായുള്ള പുതിയ ആണവ വ്യാപാര കരാർ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഓഫീസിലായിരുന്ന ട്രംപ് ഈ ആക്രമണത്തിൽ നേരിട്ട് ബാധിക്കപ്പെട്ടിട്ടില്ല. ഒരു മാസത്തിനിടെ പ്രസിഡന്റ് ട്രംപിന്റെ സാന്നിധ്യമുള്ള സുരക്ഷാ മേഖലകളിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ വെടിവെപ്പാണ് എന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ശനിയാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം കൃത്യം 6 മണിക്ക് ശേഷമാണ് വാഷിംഗ്ടൺ DC-യെ നടുക്കിയ നാടകീയമായ വെടിവെപ്പ് സംഭവങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. വൈറ്റ് ഹൌസ് കോംപ്ലക്സിന് തൊട്ടു പുറത്തുള്ള 17-ാം സ്ട്രീറ്റും പെൻസിൽവേനിയ അവന്യൂവും സംഗമിക്കുന്ന അതീവ സുരക്ഷാ മേഖലയിലെ സീക്രട്ട് സർവീസ് ചെക്ക് പോസ്റ്റിന് സമീപമാണ് അക്രമി എത്തിയത്. ഐസൻഹോവർ എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗിന് അടുത്തുള്ള സുരക്ഷാ ബൂത്തിലേക്ക് നടന്നു നീങ്ങിയ ഇയാൾ പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ഒരു റിവോൾവർ പുറത്തെടുത്ത് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ തുരുതുരെ വെടിയുതിർക്കുകയായിരുന്നു. ഈ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ പരിഭ്രാന്തി പരക്കുകയും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളും മാധ്യമ പ്രവർത്തകരും നൽകുന്ന വിവരമനുസരിച്ച് ഏകദേശം 15 മുതൽ 30 തവണ വരെ അന്തരീക്ഷത്തിൽ വെടിയൊച്ചകൾ മുഴങ്ങി കേൾക്കുകയും ചെയ്തു. എന്നാൽ അക്രമി വെടിവെപ്പ് തുടങ്ങിയ ആ നിമിഷത്തിൽ തന്നെ ഒട്ടും സമയം കളയാതെ സീക്രട്ട് സർവീസിന്റെ യൂണിഫോർഡ് ഡിവിഷൻ ഉദ്യോഗസ്ഥർ ശക്തമായ പ്രത്യാക്രമണം അഴിച്ചുവിട്ടു. സുരക്ഷാ സേനയുടെ പ്രത്യാക്രമണത്തിൽ വെടിയേറ്റു വീണ പ്രതിയെ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. US മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വൈറ്റ് ഹൌസിന് മുന്നിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട അക്രമി മേരിലാൻഡ് സ്വദേശിയായ 21-കാരൻ നാസിർ ബെസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 18 മാസമായി വാഷിംഗ്ടൺ DC കേന്ദ്രീകരിച്ച് താമസിച്ചു വരികയായിരുന്ന ഇയാൾക്ക് മുൻപും ക്രിമിനൽ പശ്ചാത്തലവും സുരക്ഷാ ഏജൻസികളുമായി ഏറ്റുമുട്ടിയ ചരിത്രവും ഉണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ 2025 ജൂലൈയിൽ വൈറ്റ് ഹൌസിന്റെ അതീവ സുരക്ഷാ മേഖലയ്ക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചതിന് ഇയാളെ സീക്രട്ട് സർവീസ് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഇയാളെ മനഃശാസ്ത്ര വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും പിന്നീട് കോടതി നൽകിയ നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും ലംഘിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇയാൾക്കെതിരെ കോടതി ഒരു അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഗോള ഭീകരവാദ സംഘടനകളുമായോ വിദേശ ശക്തികളുമായോ ബന്ധമുണ്ടോ, അതോ മാനസിക അസ്വാസ്ഥ്യം മൂലമോ വ്യക്തിപരമായ മറ്റ് കാരണങ്ങളാലോ ഒറ്റയ്ക്ക് നടത്തിയ ഒരു ആക്രമണമാണോ എന്നതിനെ കുറിച്ച് FBI വളരെ ആഴത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. വെടിവെപ്പ് നടക്കുന്ന സമയത്ത് വൈറ്റ് ഹൌസിന്റെ നോർത്ത് ലോണിൽ നിരവധി മാധ്യമ പ്രവർത്തകർ തത്സമയ റിപ്പോർട്ടിങ്ങിലായിരുന്നു എന്നതിനാൽ തന്നെ വെടിയൊച്ച കേട്ടതോടെ പ്രദേശത്താകെ കടുത്ത പരിഭ്രാന്തിയാണ് പടർന്നത്. ABC ന്യൂസിന്റെ ചീഫ് വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ് സെലീന വാങ് താൻ നോർത്ത് ലോണിൽ മൊബൈൽ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി വെടിയൊച്ച കേട്ടതെന്ന് വ്യക്തമാക്കുകയുണ്ടായി. അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ ആഗോളതലത്തിൽ വൈറലായി മാറുകയും ചെയ്തു. ഡസൻ കണക്കിന് തവണ വെടിയൊച്ചകൾ കേട്ടതായും കടുത്ത സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ തങ്ങളോട് പ്രസ് ബ്രീഫിംഗ് റൂമിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കേറാൻ ആവശ്യപ്പെട്ടതായും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. വെടിവെപ്പുണ്ടായ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ വൈറ്റ് ഹൌസ് പൂർണ്ണമായും ലോക്ക്ഡൌൺ ചെയ്യുകയും മാധ്യമപ്രവർത്തകരെയും മറ്റു ഉദ്യോഗസ്ഥരെയും അതീവ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് വൈകുന്നേരം 6:45 സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കിയ ശേഷമാണ് ഈ ലോക്ക്ഡൌൺ പിൻവലിക്കാൻ അധികൃതർ തയ്യാറായത്. എന്നാൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും അക്രമിയും തമ്മിൽ പരസ്പരമുണ്ടായ കടുത്ത വെടിവെപ്പിനിടയിൽ സംഭവ സ്ഥലത്തുണ്ടായ ഒരു സാധാരണക്കാരന് വെടിയേൽക്കുകയുണ്ടായി. നിലവിൽ ഇയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണെങ്കിലും ഇയാൾക്ക് ഏറ്റത് അക്രമിയുടെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ടയാണോ അതോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രത്യാക്രമണത്തിനിടയിൽ സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വാരാന്ത്യം ന്യൂജേഴ്സിയിലൂടെ തന്റെ ഗോൾഫ് ക്ലബിൽ ചെലവഴിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും വെള്ളിയാഴ്ച അവസാന നിമിഷം അദ്ദേഹം ആ യാത്ര റദ്ദാക്കുകയും ഇറാനുമായുള്ള പുതിയ സുപ്രധാന കരാർ ചർച്ചകൾക്കായി വൈറ്റ് ഹൌസിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയുമായിരുന്നു. ട്രംപ് വൈറ്റ് ഹൌസിലുള്ള കൃത്യമായ സമയം മനസ്സിലാക്കി തന്നെയാണോ അക്രമി ഇവിടേക്ക് എത്തിയത് എന്നതിനെ കുറിച്ച് നിലവിൽ സുരക്ഷാ ഏജൻസികൾ ആഴത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഭവം രാജ്യത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്.
കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ട്രംപിന് നേരെയോ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ള അതീവ സുരക്ഷാ വലയങ്ങളിലോ ഉണ്ടാകുന്ന മൂന്നാമത്തെ വലിയ സുരക്ഷാ ലംഘനമാണിത്. ഇതിനു മുൻപ് ഏപ്രിൽ 25-ന് വാഷിംഗ്ടൺ ഹിൽട്ടണിൽ നടന്ന വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ പോൾ തോമസ് അലൻ എന്നയാൾ ഷോട്ട് ഗണ്ണുമായി സുരക്ഷാ ചെക്ക് പോസ്റ്റ് ഭേദിച്ച് അകത്തു കടക്കാൻ ശ്രമിക്കുകയും അവിടെ വെടിവെപ്പ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് ട്രംപിനെ സുരക്ഷിതമായി മാറ്റുകയായിരുന്നു ഉദ്യോഗസ്ഥർ ചെയ്തത്. അതിനു പിന്നാലെ മെയ് ആദ്യവാരത്തിൽ വാഷിംഗ്ടൺ മോണുമെന്റിന് സമീപമുണ്ടായ സമാനമായ രീതിയിൽ ദുരൂഹമായ വെടിയൊച്ചകൾ കേട്ടിരുന്നു. ഈ മുൻകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൌസിന് മുമ്പിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന വെടിവെപ്പ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെയും സീക്രട്ട് സർവീസിനെയും ഒരേപോലെ കടുത്ത ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. സംഭവസ്ഥലത്ത് മഞ്ഞ നിറത്തിലുള്ള ക്രൈം സീൻ ടേപ്പുകൾ പതിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡസൻ കണക്കിന് എവിഡൻസ് മാർക്കറുകളാണ് വെടിയൊച്ചകൾ പതിച്ച സ്ഥലങ്ങളിൽ സീക്രട്ട് സർവീസ് സ്ഥാപിച്ചിരിക്കുന്നത്. FBI ഡയറക്ടർ കാഷ് പട്ടേൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് FBI സംഘം പൂർണ്ണമായും സംഭവ സ്ഥലത്തുണ്ടെന്നും സീക്രട്ട് സർവീസിന് ആവശ്യമായ എല്ലാ അന്വേഷണ സഹായങ്ങളും നൽകുന്നുണ്ടെന്നുമാണ്. ഇറാൻ അനുകൂല സംഘടനകൾ ട്രംപിന്റെ കുടുംബാംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിടുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചില US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വെടിവെപ്പിന് അതിലേക്ക് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. അമേരിക്കൻ തിരഞ്ഞെടുപ്പും ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലവും നിലനിൽക്കുന്ന ഈ സമയത്ത് വൈറ്റ് ഹൌസിന് മുന്നിലുണ്ടായ ആക്രമണം രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ വലിയ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്.